ഹായ് ഫ്രണ്ട്സ്, എനിക്ക് ഇന്ന് വാക്സിൻ കിട്ടി. സെക്കൻഡ് ഡോസ് കിട്ടിയതാ. ഇതാണ് വാക്സിനേഷൻ്റെ കാർഡ്. 2 ഡോസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 28 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ ഡോസ് എടുക്കണം എന്നാണ്. അപ്പോൾ 2 ഡോസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രോപ്പർ വാക്സിനേഷൻ ആവും. അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഒന്നും അറിയത്തില്ല, ഇയർലി ബൂസ്റ്റർ ഡോസ് ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇപ്പം കറൻ്റ്ലി ഉള്ള ഇത് വെച്ചിട്ട് വാക്സിനേറ്റഡ് ആണ് കോവിഡിനെതിരെ. പിന്നെ ഫസ്റ്റ് ഡോസ് കിട്ടിയപ്പം ചെറുതായിട്ടൊരു കൈകഴപ്പുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം. ഇനിയിപ്പോൾ സെക്കൻഡ് ഡോസ് കിട്ടിയപ്പോൾ അവർ ഇൻസ്ട്രക്ട് ചെയ്തത്, അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പനി വരാൻ ചാൻസ് ഉണ്ട്, കൈ ചെറുതായിട്ട് നല്ല രീതിയിൽ കഴയ്ക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് കോമൺ സിംറ്റംസ് ഒരു 27 മണിക്കൂർ ആകുമ്പോഴത്തേക്ക്. ഇപ്പം നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ഞാനിപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പം നൈറ്റ് ഡ്യൂട്ടിക്ക് ഉള്ള സ്റ്റാഫിനെ അവർ ആദ്യം ചെയ്തിട്ട് നമ്മളെ വിട്ടു. ഇനിയിപ്പോൾ ഇന്ന് നൈറ്റ് വീണ്ടും ഉണ്ട്. അപ്പം നൈറ്റിന് വീണ്ടും പോകണം. അപ്പം വാക്സിൻ കിട്ടിയെന്ന് ജസ്റ്റ് ഞാനൊന്ന് റെക്കോർഡ് ചെയ്തേ. കാരണം ഇതൊരു ഹിസ്റ്റോറിക്കൽ സംഭവമാണല്ലോ. എന്ന് വെച്ചാൽ ഈ കോവിഡ് എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് ടൈമിൽ നമ്മളിങ്ങനെ പാൻഡമിക് എന്ന് വെച്ചാൽ മഹാരോഗങ്ങളെക്കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, സ്പാനിഷ് ഫ്ലൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മുടെ ലൈഫിൽ തന്നെ അങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം എന്നതിന് വേണ്ടി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി ഞാനിപ്പം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിലോട്ട് പോവുക. സെക്കൻഡ് ഡോസ് വാക്സിനും എടുത്തിട്ട് വീട്ടിലോട്ട് പോവുക. ഇപ്പോൾ ഏകദേശം എത്ര മണിയായി? ഇപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ട്. അപ്പോൾ 8 മണിക്കാണ് 8 മണിക്കാണ് ഡ്യൂട്ടി കഴിയുന്നത്. അപ്പം 10 മണിയായി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ വാക്സിനേഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഇവിടുത്തെ PPS നമ്പറിലെല്ലാം രേഖപ്പെടുത്തും നമ്മൾ വാക്സിനേറ്റഡ് ആണോ ഇല്ലയോ എന്ന്. PPSൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് എന്തെങ്കിലും ഒരു റിമാർക്ക് ഉണ്ടാവുമായിരിക്കും. അതെൻ്റെ ഒരു ഗസ്സാണ്, ഞാൻ ജസ്റ്റ് ഊഹിച്ചതേ ഉള്ളൂ. പിന്നെ അവരാണെങ്കിൽ നമ്മളുടെ അടുത്ത് വാക്സിനേഷൻ ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് 10 മിനിറ്റ്, ഓരോരുത്തർക്കും 10 മിനിറ്റ് അവർ ഒബ്സർവേഷന് അവിടെ ഇരുത്തും. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും അലർജിക് റിയാക്ഷനോ എന്തെങ്കിലും ഉണ്ടാകുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പുറത്ത് വരാൻ പറ്റുന്നത്. അപ്പം എന്തായാലും ഒരു ഡിഫറെൻറ്റ് കാര്യങ്ങളാണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന, നമുക്ക് ഒരിക്കലും പരിചയമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ള, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അറിയാമല്ലോ സ്പാനിഷ് ഫ്ലൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്ന സമയത്ത് ജീവിച്ചിരുന്ന, എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്ന സമയം. അതുപോലെ തന്നെ ഒരു കോവിഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കും നമുക്കുണ്ടായ എല്ലാ രീതിയിലുള്ള പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് മാസ്ക് വെച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ ഈ പറഞ്ഞ ട്രാവൽ റെസ്ട്രിക്ഷൻസും വീട്ടിൽ തന്നെ ഇരിക്കുക എന്നുള്ളതും എല്ലാം പുതിയ കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു നമ്മളുടെ ലൈഫിൻ്റെ ടൈമിൽ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി എന്തായാലും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ഒരു റെക്കോർഡ് സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ബാക്കിൽ ആലോചിച്ച് നോക്കാം, വീഡിയോ ഇട്ട് നോക്കുമ്പോഴൊക്കെ. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞാനെന്നാൽ വീട്ടിലോട്ട് പോട്ടെ. ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് കുളിച്ചിട്ടൊക്കെ കിടന്നുറങ്ങണം. എന്നിട്ട് വീണ്ടും ഇന്ന് നൈറ്റിന് വരണം. പിന്നെ ഇന്ന് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, മറ്റേ ഇതിൻ്റെ ഹെൽത്ത് കെയർ കോഴ്സ് പഠിക്കുന്നതിൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പം അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഡ്യൂട്ടിക്ക് വരേണ്ടത്. പിന്നെ കുഞ്ഞൂസും ലച്ചുവും കിടന്നുറക്കമായിരിക്കും, ഞാൻ ചെന്നിട്ടായിരിക്കും മിക്കവാറും എഴുന്നേക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാം. പുറത്ത് കണ്ടോ നല്ല മഴയാണ്. ഇത് ടൊയോട്ടയാട്ടോ, BMW ഞാനൊന്ന് ഫുൾ സർവീസിന് കൊടുത്തേക്കുക. പിന്നെ ഈ വാക്സിനേഷൻ കാർഡ് അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു, ഇനിയിപ്പം നമുക്ക് കൗണ്ടി ടു കൗണ്ടി ട്രാവൽ ചെയ്യാമോ? കാരണം ഇവിടെ ലെവൽ 5 റെസ്ട്രിക്ഷൻസ് ഇപ്പോഴും ഉണ്ട്, മെയ് വരെയൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇയറിൻ്റെ പകുതിയോളം തന്നെ അപ്പോൾ പോയി. അപ്പം നമുക്ക് വാക്സിനേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് കൗണ്ടി ടു കൗണ്ടി ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷേ അവർ പറഞ്ഞു ഇപ്പോൾ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. ഇനി ഭാവിയിൽ ചിലപ്പം വാക്സിനേഷൻ ചെയ്തവർക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻസ് കാണുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഗാർഡ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കിത് കാണിക്കാം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ വാക്സിനേറ്റഡ് ആണെന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാം എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞു. HSCയിലെ ടീം വന്നിട്ടാണ് നമ്മളുടെ അടുത്ത് ചെയ്യുന്നത്, എല്ലായിടവും വാക്സിനേഷൻ ചെയ്യുന്നത്. അവരാണ് അതിനുവേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ. ഫൈസർ വാക്സിനാണ്. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്ന സിംറ്റംസ് എന്നുള്ളത്. ഹാവ് ടെൻഡർനെസ് ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും,
അതൊക്കെ മേ ബി ആണ്. പലർക്കും പല രീതിയിലായിരിക്കും. റെഡ്നെസ് ഉണ്ടാവും, ടയേർഡായിരിക്കും, ഹെഡേക്ക് കോമൺ ആണെന്ന് പറഞ്ഞ് ഹെഡേക്ക് മിക്കവാറും ഉണ്ടാവും, പിന്നെ മസിൽ പെയിൻ ഉണ്ടാവും, പിന്നെ ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും, പിന്നെ നോസിയ, പിന്നെ ഫീവർ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഫീവർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 3 ദിവസം വരെ നമുക്ക് കണ്ടിന്യൂസ് സിംറ്റംസ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ GP കൺസൾട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് അവരുടെ ഇൻസ്ട്രക്ഷൻ. എല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റാതെ, ഒന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോട്ടെ. മലയാളി മനസ്സുകളിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ ഒട്ടേറെ ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ഒത്തുചേർന്നപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത് ശ്രവണസുന്ദരമായ അനവധി ഗാനങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ പോകുന്നത് 100ന്റെ റോഡാട്ടോ. ഇവിടെ 100 കിലോമീറ്റർ വരെ മാക്സിമം സ്പീഡിൽ പോവാം. 100 കിലോമീറ്ററിൻ്റെ റോഡാണ്. നമുക്ക് ക്ലിയർ വേ ആണെങ്കിൽ നമ്മൾ 100 കിലോമീറ്റർ സ്പീഡിൽ തന്നെ, അല്ലെങ്കിൽ നിയർ ടു 100 കിലോമീറ്റർ സ്പീഡിൽ തന്നെ നമ്മൾ ഓടിക്കുന്ന എപ്പോഴും നല്ലത്. ഒത്തിരി സ്പീഡ് കുറച്ച് ഓടിച്ചാൽ ബാക്കിലുള്ള വണ്ടികളൊക്കെ അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കണ്ടോ, ഞാനൊരു 95-ൽ പോവുക, 90-ൽ പോവാണ്. 90-ൽ പോയിട്ട് വരെ മറ്റേ ബാക്കിലുള്ള വണ്ടികൾ എന്നെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഇവിടെ വണ്ടികൾ കൗണ്ടി സൈഡ് ആയതുകൊണ്ട് വണ്ടികൾ കുറവായതുകൊണ്ട് കറക്റ്റ് 100 കിലോമീറ്ററിൽ തന്നെ അവർ ഓടിച്ചു പോകും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞല്ലേ ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 100 കിലോമീറ്ററിൽ ചവിട്ടി വിടാൻ, അല്ലെങ്കിൽ 100 കിലോമീറ്റർ അത്ര അങ്ങോട്ട് ഓടിക്കുമ്പോഴത്തേക്കും പറയാൻ പറ്റത്തില്ല, നമ്മൾ ഇച്ചിരി ടയേർഡായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റ് ആ സ്പീഡിൽ ഓടിക്കാത്തത്. എപ്പോഴും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡ് ഓടിക്കുക. പിന്നെ ഒത്തിരി അങ്ങ് സ്പീഡ് കുറഞ്ഞു പോകരുത്. ഒരു മിനിമം ഒരു 80 എങ്കിലും കീപ്പ് ചെയ്യണം. ഫ്രണ്ട്സ്, ഇന്നൊരു നല്ല മോർണിംഗ് ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് നൈറ്റുണ്ട്. അപ്പം ലച്ചുവിന് ഇന്ന് സൈക്കിൾ ചവിട്ടണമെന്ന് പറയുന്നു. കുറച്ച് ഫിസിക്കൽ എക്സസൈസൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പം നമ്മൾ സൈക്കിളെടുത്ത് പുറത്ത് വെച്ചു. ഞാൻ കൊച്ചിനെയും കൊണ്ട് പുറകെ സ്ട്രോളറിൽ കൊണ്ടുപോകുന്നേ ഉള്ളൂ. അപ്പം ഇതിൽ കാറ്റ് കുറവാണ്. അപ്പം ഞാൻ ജസ്റ്റ് കാറ്റടിക്കാൻ വേണ്ടി പമ്പ് എടുത്തതാണ്. ഹലോ, ഇതൊരു ഹാൻഡ് പമ്പാണ്. പക്ഷെ അത്ര ഈസി അല്ല നമുക്ക് അടിക്കാൻ വേണ്ടി കേട്ടോ. കാറ്റടിക്കാൻ ഇച്ചിരി പാടാണ്. കുഴപ്പമില്ല, പക്ഷെ അത്യാവശ്യം യൂസ് ചെയ്യാം. കുഞ്ഞൂസ് ഇവിടെ ഓൾ സെറ്റായിട്ടിരിപ്പുണ്ട്. കുഞ്ഞൂസിനെ നമ്മൾ വെയിൽ കൊള്ളിപ്പിക്കുന്നു. വീണ്ടും കുഞ്ഞൂസിനെ ഇതിൽ കയറ്റി വെച്ചപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയപ്പം വീണ്ടും ഉറങ്ങിപ്പോയി. ഇനിയിപ്പോൾ എഴുന്നേറ്റ വീണ്ടും കരയുമെന്നറിയത്തില്ല. തൊപ്പി താന്ന് തോന്നിപ്പോന്നു. തൊപ്പിയൊക്കെ വെച്ച് ചെവിയൊക്കെ മറച്ചിട്ടുണ്ട്. ഡയറക്റ്റ് വെയിൽ കൊള്ളിപ്പിക്കല്ലേ, പക്ഷെ സംഭവമാണോ ഈ വെയിൽ നല്ല ചൂട്. ഡയറക്റ്റ് വെയിൽ കൊള്ളിപ്പിക്കല്ലേ. അങ്ങനെ വെക്കാതെ
പക്ഷെ ഇപ്പം അത്ര ചൂടില്ല. പിന്നെ കാണാനൊന്നും വെല്ലടിച്ചതാ. കൊറേ നാളായില്ലേ കണ്ടിട്ട്. ഇവിടെ ഉണ്ട്. ഞങ്ങള് പാർക്കിലൊന്ന് പോവാടി. ഇന്നല്ല കൊറേ ദിവസം നല്ല വെതറാ. ചുമ്മാ ഒരു വീഡിയോ എടുക്കാതെ അടുത്ത് തലേ വെക്ക്. ആ വെക്കടി. കുറേ നാളുകൾക്ക് ശേഷം സൈക്കിള് കിട്ടുന്നത്. ഇവിടെ ഈ തണുപ്പായതുകൊണ്ടേ വീട്ടില് നമുക്ക് ജസ്റ്റ് മേലൊന്നും അനങ്ങാത്ത കാരണം ഭയങ്കര മസിൽ പെയിൻ ഒക്കെ. ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് സൈക്കിൾ ഓട്ടിയിട്ട് വരുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് പാർക്കിൽ നല്ല കാലാവസ്ഥയായിരുന്നു. ഓക്കെ, കൊച്ചിനെ ഞാൻ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോവാം. കുഞ്ഞൂസ് ഇത് ഉരുണ്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഉറക്കമാണ്. വെറുതെ നിർത്തുമ്പോഴവർക്ക് പോ ഞാൻ പതുക്കെ വരാം. ഞാൻ പോട്ടെ. ആ ആ കുഴപ്പമില്ലല്ലോ. ഇല്ല. അപ്പോൾ ലച്ചു പാർക്കിലോട്ട് പോകുന്നുണ്ട്. ഞാൻ പതിയെ കുഞ്ഞൂസിനെയും കൊണ്ട് സ്ട്രോളറിൽ പാർക്കിലോട്ട് പോകുന്നുണ്ട്. അപ്പം എനിക്ക് ഇന്ന് നൈറ്റുണ്ട്. അപ്പം ഞാൻ വാക്സിൻ എടുത്തതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം ഞാൻ വാക്സിൻ എടുത്തിട്ട് ഏകദേശം അന്നത്തെ ദിവസം എടുത്തതിൻ്റെ തലേ ദിവസം എനിക്ക് നൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് കഴിഞ്ഞ് വാക്സിൻ എടുത്തിട്ട് അന്ന് ഞാൻ ഏകദേശം ഒരു 11-11:30 ആയപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞാൻ കുളിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് അന്നും എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം വാക്സിൻ എടുത്തതിന് ശേഷം എനിക്ക് എടുത്ത സമയം പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവർ റബ്ബ് ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നു. എടുത്തിട്ട് ആ സ്ഥലം നമ്മൾ ഒരുപാടിട്ട് റബ്ബ് ചെയ്യേണ്ട, ജസ്റ്റ് പിടിച്ച് ഹോൾഡ് ചെയ്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഇഞ്ചക്ഷൻ എടുത്തിട്ട് അങ്ങനെ റബ്ബൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അന്നത്തെ ദിവസം നൈറ്റിന് പോയപ്പോഴത്തേക്കും ചെറുതായിട്ട് കൈക്ക് പെയിൻ ഉണ്ടായിരുന്നു. പെയിനായിട്ട് ഞാൻ ഡ്യൂട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് നല്ല ടെമ്പറേച്ചർ വന്ന പോലെ എനിക്ക് തോന്നി. കാരണം എനിക്ക് നന്നായിട്ട് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ജോയിൻസ് ഒക്കെ ഭയങ്കര പെയിൻ, ഏകദേശം നമുക്കൊരു ഫീവർ വന്നതിൻ്റെ ഒരു ഫീലിംഗ് പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പം ഞാൻ പോയി ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം 37.4 ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ അവിടുത്തെ ഇവരെ പോയി നഴ്സിനെ പോയി ഇൻഫോം ചെയ്തു. പിന്നെ അവർ നമുക്ക് പാരസെറ്റമോൾ തന്നു. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു, നമ്മളെ HSC ടീം തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു, വാക്സിൻ എടുക്കുമ്പോൾ എന്തായാലും ടെമ്പറേച്ചറും ഫീവറിൻ്റെ ഒരു എഫക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ പാരസെറ്റമോൾ എടുത്താൽ മതി. അങ്ങനെ പാരസെറ്റമോൾ എടുത്തു. അങ്ങനെ ആയപ്പോഴത്തേക്കും അത് എടുത്തൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞു. പിന്നെ വീണ്ടും അതേപോലെ തന്നെ ഏകദേശം അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് കുറച്ച് നേരം TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വീണ്ടും സെയിം ടെമ്പറേച്ചർ പോലെയും ഷിവറിങ് പോലെയൊക്കെ ഇങ്ങനെ ഒരു പനിയുടെ ഒരു ഫീൽ വന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് 2 പാരസെറ്റമോൾ എടുത്തിട്ട് ഞാൻ കിടന്നുറങ്ങി. അന്ന് എനിക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു. എന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങി. ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മുടെ ബോഡി അത്യാവശ്യം നോർമലായി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. അപ്പം ഇതാണ് ശരിക്കും ഒരു വാക്സിൻ എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ വേറൊരു എക്സ്ട്രാ സാധനത്തിൻ്റെ ഒരു വാക്സിൻ, വേറൊരു എക്സ്ട്രാ ബോഡിയുടെ ഒരു വാക്സിൻ നമ്മുടെ ശരീരത്തിൽ കയറിയപ്പോഴത്തേക്കും നമ്മുടെ ബോഡി റിയാക്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരുടെ ശരീരം അങ്ങനെ ആയിരിക്കത്തില്ല, പലർക്കും പല രീതിയിലുള്ള എഫക്റ്റുകളാണ്. പക്ഷേ എനിക്കറിയാവുന്ന 2-3 ഫ്രണ്ട്സിന് ഇതുപോലെ ടെമ്പറേച്ചറും ചെറിയൊരു ഫീവറിൻ്റെ ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം അത് കഴിഞ്ഞ് ഇന്നലെയായിരുന്നു സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. വീണ്ടും ഒരു ദിവസം ഓഫായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് എനിക്ക് വീണ്ടും ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പക്കാ നോർമലാണ്. വാക്സിൻ്റെ പ്രോബ്ലം ഒന്നും എനിക്ക് ഇല്ല, ഇതുവരെ പ്രോബ്ലം ഒന്നുമില്ല. രാവിലെ നല്ല കൂളായിട്ട് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്നിപ്പം നല്ല രീതിയിൽ സണ്ണുണ്ട്. കുഞ്ഞൂസിന് ഇവിടെ വലുതാകുമ്പോഴത്തേക്ക് കളിക്കാനായിട്ട് ഇവിടെ നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഇതെല്ലാ പാർക്കിലും ഇവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പം ഇവിടെ എല്ലാ കുട്ടികളും വന്നിട്ട് ഇങ്ങനെ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കും. ഇടയ്ക്ക് വെച്ച് ഭയങ്കര റെസ്ട്രിക്ഷൻസ് വന്നപ്പോൾ ഈ പാർക്ക് വരെ അവർ ക്ലോസ് ചെയ്തായിരുന്നു. ഇപ്പോൾ പക്ഷേ അത്ര റെസ്ട്രിക്ഷൻസ് ഇല്ല, പാർക്കൊക്കെ ഓപ്പൺ ആണെന്ന് തോന്നുന്നു. ഹലോ സോറി. ഹലോ. ഇവിടെ ഞാൻ എതിരെ വരുന്ന ആൾക്കാരുടെ ഒന്നും വീഡിയോ എടുക്കത്തില്ല കേട്ടോ. കാരണം മാക്സിമം അവരുടെ ഫേസ് നമ്മൾ നോർമലി നമുക്ക് എതിരെ വരുമ്പോൾ നമുക്കത് അങ്ങനെ അവരെ പോയിൻ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഒരു സ്ട്രേഞ്ചായിട്ട് തോന്നും അവർക്ക്. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ എടുക്കുന്നതിലോ നമുക്ക് മറ്റുള്ള പബ്ലിക് പ്ലേസുകൾ എടുക്കുന്നതിലോ ഒന്നും പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമ്മളെ ആരെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്ട്രേഞ്ചായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് ഹായ് ഹൗ ആർ യു എന്നൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരും അപ്പോഴേ
അങ്ങ് നോർമലാവും. അപ്പോൾ അങ്ങനെ എപ്പോഴും നമ്മൾ ഇവിടുത്തെ ഒരു ഇത് കീപ്പ് ചെയ്തിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു അറിയാത്തൊരു സ്ഥലത്ത് പോവുകയാണെങ്കിലും ജസ്റ്റ് കുറച്ച് പേര് നമ്മളെ ഇങ്ങനെ ജസ്റ്റ് സ്ട്രേഞ്ചായിട്ട് നോക്കുകയാണെങ്കിലോ, അല്ലാതെ ഇവിടുത്തെ ഒരു കൾച്ചറാണ്. എപ്പോഴും ആൾക്കാരെ കാണുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഹായ് ഹൗ ആർ യു എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കും. അവരും തിരിച്ചതുപോലെ ചോദിച്ചിട്ട് അവർ പോവും. പിന്നെ അതുപോലെ നമുക്കെതിരെ ആൾക്കാർ വരുവാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു നമ്മളിങ്ങനെ വഴി ജസ്റ്റ് രണ്ടുപേരും ഒരേപോലെ നടന്നു വന്ന് ജസ്റ്റ് ഇങ്ങനെ മാറിപ്പോകാനൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുവാണെങ്കിൽ നമ്മളുടനെ സോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോഴേ ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ അടുത്ത് റെസ്പോണ്ട് ചെയ്യും. അപ്പം സ്ട്രെയിഞ്ചായിട്ട് നമുക്കൊരിക്കലും തോന്നത്തില്ല. അങ്ങനെ നമ്മളെപ്പോഴും ആ ഒരു ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഹലോ. ഇപ്പോൾ തന്നെ ഞാൻ ക്യാമറയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയപ്പം ഒരാളിങ്ങനെ എന്നെ നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെപ്പോഴേ കൂളായി. അവർക്ക് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുമെന്ന്. അല്ലാതെ നമ്മളിപ്പോൾ സംസാരിക്കാതെ അങ്ങ് പോയി കഴിഞ്ഞാൽ അവരെപ്പോഴേ സ്ട്രെയിഞ്ചായിട്ട് നോക്കും. ഇതാര് എന്നുള്ള രീതിയിൽ, ഇവ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. കാരണം നമ്മളെപ്പോഴും ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ അകത്ത ഒരാളായിട്ട് തന്നെ ഫീൽ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് ഇവിടെ അയർലൻഡിലുണ്ട്, നമ്മളെപ്പോഴും ഇവിടെ കുറേ നാളായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു കൾച്ചർ അറിയാം, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പുതിയതല്ല എന്ന് തോന്നിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ കുറേ നാളായിട്ടുണ്ടെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഹലോ. അപ്പോൾ നിങ്ങളെപ്പോഴും മനസ്സിൽ വെച്ചേക്കുക, ഇങ്ങനെ കൗണ്ടി സൈഡൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ എല്ലാവരുമായിട്ട് നമ്മൾ വിഷ് ചെയ്യുക. നമ്മളെപ്പോഴും ഹായ് ഹൗ ആർ യു എന്ന് പറയുക. ഹലോ. പിന്നെ അതുമല്ല, നമ്മളെന്തെങ്കിലും സോറി പറയാൻ നമുക്കെന്തെങ്കിലും ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ സോറി പറയുക. കാരണം അതുപോലെ താങ്ക്സ് പറയാൻ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അപ്പോഴേ നമ്മൾ താങ്ക്സ് പറയുക. അങ്ങനെ നമ്മളൊന്നും അതിനൊന്നും മടി കാണിക്കരുത്. കാരണം നാട്ടിൽ നിന്ന് പെട്ടെന്ന് വരുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തന്നെ ആദ്യമൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരുടെ അടുത്ത് ഹലോ ഹൗ ആർ യു പറയാനും സോറി പറയാനും അല്ലെങ്കിൽ താങ്ക്സ് പറയാനൊക്കെ. അപ്പോൾ നമ്മൾ അതൊരിക്കലും മടി കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു കമ്മ്യൂണിറ്റിയോട് ഹലോ ഹായ് നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് നമുക്ക് കിട്ടും. നമ്മളെപ്പോഴും ആ ഒരു ഇവരുടെ ഒരു കൾച്ചർ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത് നല്ലതാണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നല്ലതാണ്, കാരണം നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് പഠിച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കുറേ നാൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇത് വന്നോളും. അപ്പം പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാണും. എല്ലാവരുടെ അടുത്തും ജസ്റ്റ് ചിരിച്ച് കാണിക്കാനും അറിയാത്തവരുടെ അടുത്തൊരു ഹായ് പറയാനൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് കാണും. പക്ഷേ ഇത് മൈൻഡിൽ വെച്ചേക്കുക. കാരണം ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. കാരണം നമ്മൾ ഇവരുടെ ഇടയിലുള്ള ഒരാളായിട്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴും നല്ലത്. അതുപോലെ അയർലൻഡിനോട് ഇവർക്ക് ഭയങ്കര പ്രൗഡാണ് അയർലൻഡ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അയർലൻഡിനെ നമ്മളൊരു കാരണവശാലും ഐറിഷുകാരോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോഴോ ഒരിക്കലും നെഗറ്റീവായിട്ടൊന്നും പറയാതിരിക്കുക. കാരണം അവരുടെ ലാൻഡാണ്. അപ്പം അവരുടെ ലാൻഡിനോട് അവർക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അതുപോലെ അവരുടെ ഗവൺമെൻറ് എന്ന് പറയുന്നതും അവർക്ക് ഭയങ്കര പ്രൗഡാണ്. ഇന്നിവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിപ്പം നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒത്തിരി കിളികളുടെ ശബ്ദവും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഉണ്ടോ ഇവിടെ വെള്ളം കിടക്കുന്നത് പാർക്കിൽ. ഇവിടെ നമ്മൾ ഈ പുല്ലിലിറങ്ങി നടന്നാലും ചില സ്ഥലത്ത് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം കാണും. അപ്പം നമ്മളെ കാലിനകത്ത് സോക്സിലൊക്കെ നനയും കേട്ടോ, ഷൂവിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കയറിയിട്ട്. പാർക്കിൽ ഇറങ്ങി നടക്കുമ്പോൾ അത് സൂക്ഷിക്കണം, വെള്ളം ഉണ്ടോ ഇല്ലെന്ന് നോക്കണം. എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. സമ്മർ ആകുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ല, സമ്മർ ആകുമ്പോൾ ഇതെല്ലാം അങ്ങ് പറ്റിപ്പോവും. ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ. വിൻ്ററിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ സ്പ്രിങ്ങിലോട്ട് മാറുവാണ് നമ്മുടെ ക്ലൈമറ്റ്. പിന്നെ ഞാൻ പറയാനുള്ളത്, എനിക്കെപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ ഉറപ്പായിട്ടും സൺഗ്ലാസ് വാങ്ങുക പുറത്തിറങ്ങി നടക്കാനും. ഇതുപോലെ സണ്ണ് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ നമ്മൾ എനിക്ക് ഉറപ്പായിട്ടും തലവേദന വരും. കാരണം സണ്ണിങ്ങനെ കറക്റ്റ് സ്ട്രെയിറ്റ് നമ്മളുടെ കണ്ണിലടിക്കുമ്പോഴത്തേക്കും വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ തലവേദന ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം പോളറൈസ്ഡ് സൺഗ്ലാസ് തന്നെ നിങ്ങൾ വാങ്ങുക. ആകുമ്പോൾ നിങ്ങൾക്ക് കണ്ണിന് വേദനയൊന്നും വരത്തില്ല. പിന്നെ എപ്പോഴും ഒരു എക്സസൈസ് ചെയ്യാൻ കിട്ടുന്ന സമയം അല്ലെങ്കിൽ നടക്കാൻ കിട്ടുന്ന സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇവിടെ വൈറ്റമിൻ ഡി ഒക്കെ കുറവാണ്, സൺലൈറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക. പിന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. പിന്നെ ജോയിൻറ്റ് പെയിനോ അല്ലെങ്കിൽ ശരീരത്തിൽ ഭയങ്കര ക്ഷീണമോ ഒക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലാത്തതുകൊണ്ടാണെന്ന്. പിന്നെ ആൾക്കാർ വിചാരിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വിചാരിക്കും ഞാൻ ജോലിക്ക് പോയിട്ട് ഒരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോയിട്ട് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എക്സസൈസിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ളൊരു തെറ്റാണ്. കാരണം ജോലി എന്ന് പറയുന്നത് എക്സസൈസ് അല്ല, അതൊരു സ്ട്രെസ്സാണ്. നമ്മൾ എത്ര ജോലിയിൽ നടന്നാലും അത് നമ്മുടെ ശരീരം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സ്ട്രെസ്സായിട്ടാണ്. അപ്പോൾ എക്സസൈസ്
സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം എക്സസൈസ് ചെയ്യുമ്പം നമ്മുടെ ശരീരം സ്ട്രെസ്സായിട്ടല്ല ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം ജോലിയിൽ ഭയങ്കര നടത്തമുണ്ടെങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യണം. ഇപ്പം ഞാൻ കെയറർ ജോബായിട്ട് ചെയ്യുകയാണെങ്കിലും എനിക്ക് ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റി കെയറർ ജോബിൽ ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ കെയറർ ജോബിൽ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എക്സസൈസ് ചെയ്യാതിരിക്കത്തില്ല. ഹലോ, സോറി. ഒക്കെ കിടുങ്ങുന്നൊന്ന് നോക്കിയേ, ഒന്ന് നോക്കിയാൽ തൊട്ട് നോക്കിയേ. തണുക്കുന്നു ഇല്ലല്ലോ, എല്ലാം കവർ ചെയ്ത് വെച്ചേക്കുക. പതുക്കെ പതുക്കെ ഇതാക്കിയാൽ മതി. അതാ ലൈറ്റ് എക്സസൈസ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് നമുക്ക് സ്ട്രെയിൻ ചെയ്താൽ ഭയങ്കര വേദനയായിരിക്കും. ഇവിടെ നമ്മളെവിടെ കുഞ്ഞിനെ കൊണ്ടുപോകണമെങ്കിലും സ്ട്രോളർ മസ്റ്റാണ് കേട്ടോ. അല്ലാതെ നമുക്കിവിടെ കൈ പിടിച്ച് വല്ല ഫുള്ള് പൊതിഞ്ഞെടുത്ത് കൈ പിടിക്കാൻ പറ്റില്ല. കാരണം പിള്ളേരെ സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ എല്ലാ കൺട്രീസിലും. പിന്നെ വേറൊരു കാര്യം, സ്ട്രോളറിൽ നമ്മൾ കൊണ്ടുപോകുമ്പം നമുക്ക് എന്തായാലും ഒരിക്കലും നമ്മൾ സ്ട്രെയിൻ അത്ര എടുക്കത്തില്ല. നമ്മളിപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി നമ്മൾ കൈ കഴിക്കുന്നു, കാല് കഴിക്കുന്നു, അല്ലെങ്കിൽ ശരിക്കും നടുവേന എടുക്കുന്നു എന്നൊന്നും നമുക്ക് പിന്നെ പറയാൻ നമുക്ക് ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം സ്ട്രോളറിലായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് എവിടെ വേണമെങ്കിലും കൊച്ചിനെ കൊണ്ടുപോകാം. ഷോപ്പിങ്ങിന് വേണമെങ്കിലും, കടയിലാണെങ്കിലും, സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും, ഏത് കയറ്റമാണെങ്കിലും നമുക്കിങ്ങനെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിന് ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്ക് പ്രോപ്പറായിട്ട് ഇട്ടേക്കണം. നമ്മൾ കൊച്ചിനെ അൺഅറ്റൻഡഡ് ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിയുവാണെങ്കിലോ നമ്മൾ ബ്രേക്ക് ഇട്ടിട്ട് സേഫായിട്ട് വെച്ചേക്കുക. പിന്നെ സ്ട്രോളർ മാക്സിമം ഈ പുല്ലിലോട്ട് കയറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ശരിക്കും ഡോഗിൻ്റെ ചെറിയ ചെറിയ അപ്പികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ടയർ സൂക്ഷിച്ച് നല്ല സ്ഥലത്തോട്ട് മാത്രമേ കയറ്റാവൂ, അല്ലെങ്കിൽ ടയറിൽ സ്റ്റഫ് ചെയ്തിരിക്കും. വെള്ളം പൊങ്ങിയിട്ടുണ്ടല്ലേ? വെള്ളം പൊങ്ങിയിട്ടില്ലേ നന്നായിട്ട്? അല്ലേ? നല്ല വെയിലും ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മനസമാധാനമുള്ള ക്രൂം പാർക്ക്. ഇതാ ഈ പുഴയുടെ അപ്പുറത്ത് ആ കാണുന്ന സ്ഥലത്തൊക്കെ കുതിരകളുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുതിര ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ പുല്ലൊക്കെ തിന്നുന്നത് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒത്തിരി വെള്ളം കൂടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ട്രൗട്ടിനെയൊക്കെ പിടിക്കാൻ വരുമ്പോൾ ഒത്തിരി താന്ന കിടക്കുന്ന വെള്ളം. ഇപ്പോൾ ഒരാളിനപ്പുറം പൊക്കം കാണും. അങ്ങോട്ട് കണ്ടോ, ചെറിയ കാട് പോലുള്ളൊരു സ്ഥലം കേട്ടോ. പ്രഗ്നൻസി കഴിഞ്ഞ് സൈക്കിൾ ചവിട്ടിയപ്പോൾ നിനക്ക് എന്തോ ഫീൽ? പ്രത്യേകിച്ച് ഫീലൊന്നുമില്ല. ബോഡി മസിലൊക്കെ ഭയങ്കര പെയിന്. കുറേ നാൾ കൂടി ഇരുന്ന് ചവിട്ടിയപ്പോൾ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്ത് പിക്കപ്പായി വരണം. അല്ല, അത് നോർമൽ ഡെലിവറി കഴിഞ്ഞ് ചവിട്ടിയപ്പോൾ ബാക്ക് പെയിൻ വല്ലതും ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. എനിക്കല്ലെങ്കിലും ബാക്ക് പെയിൻ അങ്ങനെ നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ടല്ലോ. ബാക്ക് പെയിൻ അങ്ങനെ അധികം എനിക്കില്ല. ശരിക്കും കുനിഞ്ഞുള്ള അധികം അങ്ങനെ വർക്കൊന്നും ചെയ്യാറില്ല. ഇല്ല, എനിക്ക് ബാക്ക് പെയിൻ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ കാലിനൊക്കെ മസിൽ പെയിൻ ഉണ്ട് കേട്ടോ. ഈ കാഫ് മസിലിനൊക്കെ നല്ല പെയിൻ ഉണ്ട്. കുഞ്ഞൂസിനൊരു സ്പെഷ്യൽ സെൻസർ ഉണ്ട്. വണ്ടി നിർത്തുവാണെങ്കിലോ പാട്ട് നിർത്തുവാണെങ്കിലൊക്കെ കുഞ്ഞൂസിന് മനസ്സിലാവും. വണ്ടി നിർത്തുമ്പം കുഞ്ഞൂസിൻ്റെ കുലുക്കം മാറുമ്പോഴത്തേക്കും കുഞ്ഞൂസ് ചെറുതായിട്ട് അനങ്ങി തുടങ്ങും. അപ്പോൾ കുഞ്ഞൂസിന് മനസ്സിലായി എവിടെയോ നമ്മൾ നിർത്തിയത്. ഏർലി മോർണിംഗ് ആൻഡ് ലേറ്റ് ഈവനിങ് സൺലൈറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് പിള്ളേർക്ക്. മറ്റേ വൈറ്റമിൻ ഡിക്കൊക്കെ ഒത്തിരി ബെസ്റ്റായിട്ടുള്ളത്. ഇതെവിടാ നോക്കിയേ നമ്മളിതെവിടാ നമ്മള് പാർക്കിലാണോ? പാർക്കിലാണോ? പറ്റുന്നില്ല അവക്ക്. ഇച്ചിരി മേലോട്ട് ഇങ്ങനെ അങ്ങനെ. ഹലോ ഹലോ. പൊന്നോ പൊന്നോ
എവിടാ നമ്മളിത്? എവിടാ ഇത്? എവിടാ നമ്മള്? ഇത് എവിടാ? ക്രൂം പാർക്കിലാണോ നമ്മള്? ക്രൂം പാർക്കിലാണോ? ഇതാ ഒന്ന് ഉരുട്ടാ, അങ്ങോട്ട് ഇട്ടു. ഫ്രൈ കിട്ടോ? നോക്കുന്നോ നോക്കി, കണ്ണ് തുറന്നിരിക്കുന്നു. കണ്ണ് തുറന്നിരിക്കണോ? നോക്കി. ആണോ? പൊക്കണം. എടി അവക്ക് കാണത്തില്ലടി ഈ സാധനം ഉണ്ടായോണ്ട്. ഹലോ. ഇപ്പൊ കാണാം. നമ്മുടെ കുഞ്ഞൂസ് കണ്ണ് തുറന്ന് ഇപ്പൊ ഓരോന്നൊക്കെ നോക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞൂസിന് ഇപ്പോഴാണ് മനസ്സിലായത് പുറത്താണെന്ന്. മറ്റേത് കുഞ്ഞൂസ് ഇപ്പോൾ ഇതിൻ്റെ ഉരുട്ടിൻ്റെ ഇതിൻ്റെ കുലുക്കം കിട്ടിയ അപ്പോഴേ അങ്ങ് ഉറങ്ങിപ്പോവും. പറഞ്ഞില്ലേ, നോക്കാറായിട്ടില്ല. ഇനിയിപ്പോൾ പതുക്കെ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇനിയായിരിക്കും ശരിക്ക് ഇങ്ങനെ നോക്കി തുടങ്ങുന്നത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ അത്ര നോക്കാറായിട്ടില്ല. ചിലപ്പോൾ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് വീണ്ടും അങ്ങ് ഉറങ്ങിപ്പോവും. നോക്കുന്നോ? ഓ നമ്മുടെ കുഞ്ഞൂസ് ഒരു 5-10 മിനിറ്റത്തേന് 10 മിനിറ്റില്ല, ഒരു 5 മിനിറ്റത്തേന് നല്ല കരച്ചിലായിരുന്നു. പിന്നെ ഉറങ്ങി. ഇപ്പം നമ്മൾ പെസിഫയർ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പം കരയുന്നേരം ഇങ്ങനെ വേഗം നമ്മളൊന്ന് കരച്ചിൽ നിർത്താൻ വേണ്ടി പെസിഫയർ ഇങ്ങനെ വീട്ടിൽ വെച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആളിപ്പോൾ അതിൽ നന്നായിട്ടത് എടുക്കുന്നുണ്ട്. അപ്പം ഇപ്പം അത് ഞങ്ങളുണ്ട്, പെസിഫയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴേ നമ്മൾ ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ്, അതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേന് ഇങ്ങനെ അത് കുടിച്ചുകൊണ്ട് കിടക്കും. അപ്പോൾ കരച്ചിലങ്ങ് നിർത്തും. എനിവേ ഇപ്പോൾ ഉറങ്ങിപ്പോയി. പിന്നെ നമ്മൾ ഈ സ്ട്രോൾ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മഴ പെയ്യാൻ നേരം കവർ ചെയ്യാനുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനവും നിങ്ങൾ എടുത്ത് അതിൻ്റെ അടിയിൽ സ്പേസ് ഉണ്ടാകും, അവിടെ ഇട്ടേക്കണം. അത് പ്രത്യേകം നിങ്ങൾ സൂക്ഷിക്കുക. കാരണം നമ്മൾ മഴ നനഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ പിള്ളേരെ മഴ നനയിക്കാൻ പറ്റില്ല. അപ്പം മഴ നനയുമ്പോഴത്തേ നമുക്ക് അതിട്ട് ഫുള്ള് കവർ ചെയ്ത് നമുക്ക് നനഞ്ഞുകൊണ്ടാണേലും അങ്ങ് ഉരുട്ടിക്കൊണ്ട് പോവാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പക്ഷെ പറഞ്ഞില്ലായിരുന്നു അല്ലേ? അത് ഇതിൻ്റെ അടിയിലിട്ടിട്ടുണ്ട് ഞാൻ. കവറ്. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ആ കോഫി ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ പോവാണ്. തട്ടുകട. Do you mind taking some videos? Do you mind? ഇവിടെ ഇത്രയും സാധനങ്ങൾ കിട്ടും കേട്ടോ. നമ്മൾ 2 ചെറിയ അമേരിക്കാനോ വാങ്ങി. അമേരിക്കാനോ കട്ടൻ കാപ്പി. കുഞ്ഞൂസിനെ ഇവിടെ കൊണ്ട് നിർത്തിയപ്പോഴത്തേക്കും കുഞ്ഞൂസ് അനക്കം തുടങ്ങി. ഇതുവരെ ഉരുട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. 2 അമേരിക്കാനോയും ഒരു കേക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്നാക്സുകൾ. നാട്ടിലാണെങ്കിൽ നമ്മൾ ഗുണ്ട്, പഴംപൊരി. അത് പക്ഷേ വേറൊരു ഫീലല്ലേ നാട്ടില് സ്നാക്സ് കഴിക്കാന്ന് പറഞ്ഞാൽ. പരിപ്പ് വട, ഉഴുന്നുവട, ചായ, നാടൻ ചായ. ഇതുപോലെ ഒരു എക്സ്ട്രാ ഒരു മുസിൽ ക്ലോത്ത്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ അതിന് പകരം അമേരിക്കാനോ, സംഭവം കട്ടൻ കാപ്പി തന്നെ, മധുരമില്ലാത്ത കട്ടൻ കാപ്പി. പിന്നെ നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിന് മധുരം ഇട്ട് കഴിക്കണം. പറഞ്ഞു പോവോ? ഇതിങ്ങനെയല്ലേ കുടിക്കുന്ന വിഷയം?
ഇത് കളയല്ലേ? ഞാൻ താഴെ വെക്കും, അതുകൊണ്ട് ചോദിച്ചത്. ബ്രൗൺ നമ്മളുടെ ഒരു മധുരം ഇടുന്നതിന് ഈ 3 പാക്കറ്റൊന്നും തികയത്തില്ല. ശരിക്കും 9 പാക്കറ്റെങ്കിലും ഇട്ടാലേ നമ്മളുടെ ഒരു കട്ടൻ കാപ്പിയുടെ മധുരം കിട്ടത്തുള്ളൂ. 6 മിനിമം ഇടണം. അത് ഈ അമേരിക്കാന ഉണ്ടല്ലേ. ഇപ്പം ഞാൻ 3ാമത്തെ പാക്കറ്റാണ്. ഇവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നേ, പക്ഷെ അത് ചീത്ത ആയിട്ടില്ല. അതിങ്ങനെ ആടിയിരുന്നേ, അത് എനിക്ക് തോന്നുന്നു അവർ ആരുടെ പുറത്തും വീഴാതിരിക്കാൻ വേണ്ടി എടുത്ത് മാറ്റിയതാന്ന് തോന്നുന്നു. നീ വെക്കുമായിരിക്കും. ഇവിടെ കട്ടൻ കാപ്പി പ്രിപ്പയർ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഗോപ്രോ വെച്ച് കുറച്ച് ബീറോൾ എടുക്കാം. നോർമലി ഗോപ്രോ വെച്ച് അധികം ആൾക്കാരും ബീറോൾ എടുക്കത്തില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ ഗോപ്രോയിൽ എടുക്കുന്ന കുറച്ച് ബീറോളാണേ. സംഭവം ഗോപ്രോ ആണെങ്കിലും ഞാൻ ഇതിൽ ലീനിയർ ലെൻസാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഗോപ്രോയിൽ 3-4 മോഡുണ്ട്. സൂപ്പർ വൈഡ് വ്യൂ ഉണ്ട്, അതിനെ സൂപ്പർ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ വൈഡ് വ്യൂ ഉണ്ട്, പിന്നെ നാരോ വ്യൂ ഉണ്ട്, ലീനിയർ മോഡുണ്ട്. ലീനിയർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഗോപ്രോ ആണെന്ന് അറിയത്തില്ല, നോർമൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തെന്നേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ എടുക്കുന്നതെല്ലാം ലീനിയർ മോഡിലാണ്. അതുപോലെ ഗോപ്രോയിലെ ഫ്ലാറ്റ് പ്രൊഫൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്, എന്നിട്ട് കളർ കറക്റ്റ് ചെയ്യും ആഫ്റ്റർ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്ക് എന്തായാലും ഗോപ്രോയിൽ കുറച്ച് ബീറോൾ എടുക്കാം. ഗോപ്രോയിൽ ഒരു പവർഫുൾ ക്യാമറയാണ്, നമുക്ക് ബീറോളൊക്കെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ വാങ്ങിയ കേക്ക്. ഇതൊരുപാട് ഇതിനകത്ത് ഓട്സൊക്കെ ഇട്ടിട്ടുണ്ട്, ഒരുപാട് എന്തുവാ സീരിയൽസ്, എന്തുവിന് പറയുന്നത്, ധാന്യങ്ങൾ. ഈ സാധാരണ ഇവർ ഈ കോഫിയിലധികം മധുരം ഇടത്തില്ല, ഇതിന് ഓൾറെഡി മധുരമുണ്ട്. ഈ കേക്കിന് മധുരവും കഴിച്ചിട്ട് ഈ കോഫിയുടെ കയ്പും, അങ്ങനെയാണ് അവർ ഒരു കോമ്പിനേഷൻ. നമ്മളാണ് കോഫിയിൽ മധുരം ഇടുന്നത്, ഇവരങ്ങനെ അധികം മധുരം ഇടത്തില്ല. ഈ മധുരവും കഴിച്ച് ഈ ഇതിൻ്റെ ഒരു കയ്പും എൻജോയ് ചെയ്യും. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ടേസ്റ്റ് ഉണ്ട്, ഒരു ബട്ടറിൻ്റെ ടേസ്റ്റ് പോലെ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കുറുക്കൻ്റെ കല്യാണം പോലെ ചെറിയൊരു മഴ വന്നു.
Hello, man. Bush. Hi. How are you? Hi, how are you? Is the fishing is open? Yeah, fishing season back. Oh, really? Yeah. That's great. You had a nice fish last season. Oh, I think 3 or 4 big Yeah. trouts. We'll try this time. 7 or 8 salmons. Oh, really? That's good. Anyway, best of luck. I'll see you later. Thank you. Yeah, good luck. Bye. Sorry. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിനി വീട്ടിലോട്ട് പോവാണ്. അപ്പം ലച്ചു എൻ്റെയും ലച്ചുൻ്റെ വീട്ടിലൊക്കെ വിളിക്കുമായിരുന്നു വീഡിയോ കോൾ. ഓക്കെ, അപ്പോൾ അടുത്ത കിട്ടിലെ ഹെവി വ്ളോഗുകളായിട്ടൊക്കെ കാണാം. അപ്പം ബൈ.